സമാധാന ദൂതനായി സ്വയം അവരോധിച്ച് രംഗപ്രവേശനം ചെയ്ത ട്രംപിന് സമാധാനമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, സംഘർഷങ്ങൾ ഒന്നുകൂടി ആളിക്കത്തിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയിരിക്കെയാണ് നയതന്ത്ര തലത്തിൽ റഷ്യയെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോയുമായിട്ടുള്ള കൂടിക്കാഴ്ച ട്രംപ് നടത്തിയത്. ട്രംപ് ഈ അന്ത്യശ്വാസം പുറപ്പെടുവിപ്പിച്ചത് റഷ്യയെ ഒട്ടും തന്നെ തളർത്തിയിട്ടില്ല. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ വ്ളാഡിമിർ പുടിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ട്രംപിന്റെ ഈ നീക്കം ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനു പുറമെ യുക്രൈന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ പുതിയ ആയുധ പാക്കേജും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ചിലവ് നാറ്റോ സഖ്യകക്ഷികൾ വഹിക്കുമെന്നും വ്യക്തമാക്കി. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, മാസങ്ങൾക്ക് മുമ്പ് നാറ്റോയെ കലാഹരണപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ച അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ നാറ്റോയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ആടിയുലയുന്ന അമേരിക്കൻ കാലാവസ്ഥ പോലെ ട്രംപിന്റെ വാക്കുകളിൽ പ്രവർത്തനങ്ങൾക്കും നിലപാടുകൾക്കും സ്ഥിരതയില്ല എന്നത് ഇതിനപ്പുറം വ്യക്തമാക്കാനാകുന്നതല്ല.